Where does the rainwater go after the rainfall? അതായത് മഴ പെയ്തതിനു ശേഷം ഈ മഴവെള്ളം എല്ലാം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവുക? ദ റെയിൻ വാട്ടർ എന്താ ചെയ്യുക? റെയിൻ വാട്ടർ സീപ്പ് ഡൗൺ ഇൻ ടു ദ സോയിൽ, അതായത് മണ്ണിലേക്ക് ഇറങ്ങുന്നു. അതുപോലെ തന്നെ ദെൻ ഇറ്റ് ഫ്ലോസ് ഇൻ ടു വാട്ടർ ബോഡീസ് സച്ച് ആസ് വെൽസ്, പോൺസ്, റിവേഴ്സ്, ലേക്സ് എക്സെട്ര. അതിനുശേഷം ഈ മഴവെള്ളമെല്ലാം എവിടേക്ക് ഒഴുകിപ്പോകുന്നു? കിണറുകളിലേക്കും അതുപോലെ തന്നെ കുളങ്ങളിലേക്കും പുഴകളിലേക്കൊക്കെ ഒഴുകിപ്പോകുന്നു. ഇവിടെ ചോട്ടിൽ കണ്ടോ ഒരു ആക്ടിവിറ്റിയാണ് കേട്ടോ, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പിക്ചർ 1 കാണിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? ഒരു ഫസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഡ്രൈ സോയിൽ, അതായത് വരണ്ട മണ്ണ് കുറച്ച് അതിൽ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ വേറെ ഒരു ബോട്ടിൽ എടുത്തിട്ട് അതിൽ നീഡിൽ വെച്ചിട്ട്, സൂചി വെച്ചിട്ട് കുറേ ഓട്ടകൾ തളിച്ചിട്ട് എന്ത് ചെയ്യുക, അതിൽ വെള്ളം ഒഴിച്ച് മഴ പെയ്യുന്ന രീതിയിൽ ഈ സോയിലോട്ട് വെച്ച് കൊടുക്കുക. ഈ മണ്ണ് നിറച്ച ബോട്ടിലിൻ്റെ അടിയിൽ ഒരു ഹോൾ ഉണ്ടാക്കണം. എന്നിട്ട് ഇത് എന്തിനാന്ന് വെച്ചാൽ വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ വെൻ ഇറ്റ് ടച്ചസ് ദ സോയിൽ, അതായത് ഈ വെള്ളം സോയിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിന് എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിരിക്കുകയാണ്. അത് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? വാട്ടർ സീപ്പ് ഡൗൺ ഇൻ ടു ദ സോയിൽ, വെള്ളം മണ്ണിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. എക്സസ് വാട്ടർ ഫ്ലോസ് ഔട്ട് ത്രൂ ദ ഹോൾ അറ്റ് ദ ബോട്ടം ഓഫ് ദ ബോട്ടിൽ, അതായത് ഈ ബോട്ടിലിൻ്റെ അടിയിലുള്ള ഹോളിൽ കൂടെ അധികം വന്ന വെള്ളം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് ഒഴുകിപ്പോണു. ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എന്താണ് നിങ്ങൾ കണ്ടെത്തിയെന്നുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പ്രസൻറ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ജലസ്രോതസ്സുകളാണ്. ഇവിടെ നോക്കൂ, 3 കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ. എൻ്റെ ആദ്യത്തെ കുട്ടി പറയണ ദ വെൽ ഇൻ മൈ ഹൗസ് ഈസ് ഫിൽഡ് വിത്ത് വാട്ടർ, എൻ്റെ വീട്ടിലെ കിണറ് വെള്ളം കൊണ്ട് നിറഞ്ഞു എന്ന് പറയണു അല്ലേ. അടുത്ത കുട്ടി എന്താ പറയണത്? ഇൻ മൈ ഹൗസ് ദർ ഈസ് എ ബോർവെൽ വി കനോട്ട് സീ ദ വാട്ടർ ലെവൽ ഇൻ ഇറ്റ്, എൻ്റെ വീട്ടിൽ ഒരു ബോർവെൽ ഉണ്ട്, ഞങ്ങൾക്ക് അതിൽ വെള്ളത്തിൻ്റെ അളവ് കാണാൻ കഴിയില്ല എന്ന് പറയാണ്. അടുത്ത കുട്ടി എന്താ പറയുന്നത്? ദ പോണ്ട് ഇൻ അവർ ഫാം ലാൻഡ് ഗിവ്സ് us വാട്ടർ നീഡഡ് ഫോർ ഫാമിംഗ് ആൻഡ് ഫോർ ഹൗസ് ഹോൾഡ് പർപ്പസ്, ഞങ്ങളുടെ കൃഷിസ്ഥലത്തുള്ള കുളം ഞങ്ങൾക്ക് കൃഷിക്കും അതുപോലെ തന്നെ വീട്ടു ആവശ്യങ്ങൾക്കും വെള്ളം തരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് വാട്ടർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ? അതായത് ഈ വെൽസ്, പോൺസ്, ബോർവെല്ല്, റിവർ അതൊക്കെ തന്നെയാണ് വാട്ടർ സോഴ്സസ്. അവിടെ നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യണൂല്ലേ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതിനാണ് എന്ത് പറയുക? വാട്ടർ സോഴ്സസ് എന്ന് പറയുക. വാട്ടർ ബോഡീസ് സച്ച് ആസ് വെൽസ്, പോൺസ്, ബോർവെൽസ്, റിവേഴ്സ്, ലേക്സ് etc. where water is stored for our needs are called water sources. അതായത് കിണറുകളിലും അതുപോലെ തന്നെ ബോർവെല്ലുകളിലും കുളങ്ങളിലും പുഴകളിലും തടാകങ്ങളിലും ഒക്കെ വെള്ളം നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്യണം, അതിനെ നമ്മൾ എന്ത് പറയുക? വാട്ടർ സോഴ്സസ് എന്ന് പറയുന്നത്. Where do you get water for your homes? നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് വെള്ളം നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കാം we get water from wells, borewells, ponds, then from public water supply system. നമുക്ക് കിണറിൽ നിന്ന് കിട്ടാം അല്ലേ, അതുപോലെ തന്നെ ബോർവെല്ലുകളിൽ നിന്ന് കിട്ടാം, കുളങ്ങളിൽ നിന്ന് കിട്ടാം, ദെൻ പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം വഴി കിട്ടാം വെള്ളം. അടുത്തത് സുരംഗ ആൻഡ് കേണി. എന്താണ് സുരംഗ, എന്താണ് കേണി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്താണ് സുരംഗ? ദ മെത്തേഡ് ഓഫ് ബിൽഡിംഗ് ടണൽസ് ദാറ്റ് ആർ ജസ്റ്റ് ഇനഫ് ഫോർ എ പേഴ്സൺ ടു വാക്ക് ത്രൂ ആൻഡ് ടു ബ്രിങ് ഗ്രൗണ്ട് വാട്ടർ ഔട്ട്സൈഡ് ഈസ് കോൾഡ് സുരംഗ. ഒരാൾക്ക് മാത്രം നടക്കാവുന്ന രീതിയിലുള്ള തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഗ്രൗണ്ട് വാട്ടർ, ഭൂഗർഭജലത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന മെത്തേഡിനെയാണ് എന്ത് പറയുക? സുരംഗ എന്ന് പറയുന്നത്. This method has been used for ages to collect water in Kasaragod district and some parts of Karnataka. കാസർഗോഡ് ജില്ലയിലും അതുപോലെ തന്നെ കർണാടകയിലുള്ള ചില ഭാഗങ്ങളിലുമാണ് ഈ സുരംഗ കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? കേണിയാണ്. കേണി എന്ന് പറഞ്ഞാൽ ദ വേർഡ് കേണി മീൻസ് വെൽ. കേണി എന്ന് പറഞ്ഞാൽ കിണർ തന്നെയാണ്. Keni is constructed by inserting hollowed wood of large trees into the earth. അതായത് വലിയ വലിയ മരത്തടികളെല്ലാം തുരന്നിട്ട് ഭൂമിയിലേക്ക് താഴ്ത്തിയിട്ടാണ് കേണി ഉണ്ടാക്കുന്നത്. കേണി ഈസ് ഓൺലി ഡീപ്പ് ഇനഫ് ഫോർ ടേക്കിംഗ് വാട്ടർ വിത്ത് വെസൽസ് ഡയറക്ട്ലി. പാത്രം കൊണ്ട് വെള്ളം കോരി എടുക്കാവുന്ന രീതിയിലുള്ള ആഴമേ കേണികൾക്ക് ഉണ്ടാകുള്ളൂ. ഇറ്റ് ഈസ് സ്റ്റിൽ യൂസ്ഡ് ബൈ മെനി ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ കേരള.
ഇപ്പോഴും കേരളത്തിലെ പല ആദിവാസി വിഭാഗങ്ങളും കേണികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.